ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു തൊഴിലവസരത്തിൻ്റെ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദയവായിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇപ്പോഴും ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ആ ഒരു വേക്കൻസി ഫില്ലായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് പേരെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആവശ്യത്തിനുള്ള ആളുകളെ കിട്ടിയിട്ടുണ്ട്. വേക്കൻസി ഫില്ലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. പിന്നെയും നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വരുന്നതാണ്. വരുന്ന അവസരങ്ങളൊക്കെ ഞാൻ ചാനലിൽ കൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു തൊഴിലവസരം തന്നെയാണ്. അത് ചെറിയൊരു ഷോപ്പാണ്. ഈ പുതിയൊരു ഷോപ്പ് ഷോപ്പ് ഇട്ടതാണ് അവർ. അപ്പോൾ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത് ആവണുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ചധികം ഡ്രസ്സാണ്. കിഡ്സ് വെയർ, ലേഡീസ് ഡ്രസ്സ്, ടോപ്പ്, അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് അവർക്ക് വേണ്ടത്. ലേഡീസിൻ്റെ ടോപ്പ്, കുർത്താസ്, ഗൗണ്, പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ, അതൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത്. പക്ഷേ അത് കുറച്ച് ഹോൾസെയിലായിട്ടാണ് അവർക്ക് വേണ്ടത്. ഹോൾസെയിൽ റേറ്റിലാണ് വേണ്ടത്. ഇത് ഈ ഒരു ഷോപ്പ് ഒരുപാട് സിറ്റി ഏരിയയിലൊന്നുമല്ല, റൂറൽ ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇടുന്ന ആളുകളല്ല ഭാഗത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം റേറ്റിൻ്റെ ഡ്രസ്സുകളൊന്നും അവർക്ക് ആവശ്യമില്ല. വളരെ റേറ്റ് കുറവിൽ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തവരൊന്നും വിളിക്കേണ്ടതില്ല. കാരണം നമുക്കറിയാം, ഒരു ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡ്രസ്സ് കൊടുക്കുന്നത് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഹോൾസെയിൽ റേറ്റിൽ കുറച്ച് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഓണം, വിഷു, അതേപോലെ ഉത്സവങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു 50 ഡ്രസ്സ്, ടോപ്പ് ഒരേപോലത്തെ നിങ്ങളോട് തയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ ആ 10 ദിവസത്തിനുള്ളിൽ തയ്ച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം. പിന്നെ ഇത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അതവിടെ കൊണ്ടു കൊടുക്കുന്നില്ല. സ്ഥലം ലൊക്കേഷൻ എറണാകുളത്താണ്. എന്നാലും നിങ്ങളിത് എവിടെയാണെന്നുണ്ടെങ്കിലും, ഏത് ജില്ലയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡ്രസ്സും അതുപോലെ നിങ്ങൾ പറയുന്ന റേറ്റൊക്കെ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് വന്ന് ട്രെയിനിലോ ബസ്സിലോ അങ്ങനെ വെച്ചാൽ വണ്ടിയിലൊക്കെ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ പരിചയത്തിലുള്ളവർക്കൊന്ന് പാസ് ചെയ്യാം. പിന്നെ ഇത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള സോഴ്സാണ്. എനിക്കിത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എനിക്ക് അറിയണ പരിചയത്തിലുള്ള ഒരാളുടെ ഷോപ്പാണ്. അപ്പോൾ അവരുടെ വർക്കൊക്കെ എനിക്കാണ് തന്നിട്ടുള്ളത്. ഡിസൈൻ വർക്കുകളൊക്കെ, ലോഗോ, പോസ്റ്റർ, അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ പറഞ്ഞതാണ് അവരിപ്പോൾ ഡ്രസ്സ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാമെന്നൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അറിയണവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്റ്റാർട്ടിങ്കാരൊന്നും വിളിക്കേണ്ടതില്ല. പിന്നെ പഠിച്ചു തുടങ്ങുന്നവരൊന്നും വിളിക്കേണ്ടതില്ല. നിങ്ങൾക്കൊന്നും നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ വരും. അവസരങ്ങൾ ഞാൻ ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ അറിയിക്കേണ്ടതായിരിക്കും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ആവശ്യമുള്ളത് ഹോൾസെയിലായിട്ട് കുറച്ച് ബൾക്കായിട്ട് ഡ്രസ്സ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുടെ ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡ്രസ് കോഡൊക്കെ നമുക്ക് ഒരു 50 ഡ്രസ്സൊക്കെ ഒരേപോലത്തെ കുറച്ച് ദിവസം ഗ്യാപ്പ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചാനലിൻ്റെ താഴെ തന്നെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.